OET റീഡിംഗ് സബ് ടെസ്റ്റിൽ കാൻഡിഡേറ്റ്സിനെ കുഴപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് സിനോണിമസ് ലാംഗ്വേജും പാരഫ്രേസിങ്ങും. ഒരേ അർത്ഥമുള്ള പല വാക്കുകളെയാണ് സിനോണിംസ് എന്ന് പറയുന്നത്. എന്നാൽ ഒരേ ഐഡിയ തന്നെ പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് പാരഫ്രേസിംഗ് എന്ന് പറയുന്നത്. ഇനി ഇവയെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. ടെക്സ്റ്റിലെയും ക്വസ്റ്റ്യൻസിലെയും സിമിലർ വേർഡ്സിനെയും ഫ്രേസസിനെയും വായിച്ച് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു ടെക്സ്റ്റിൽ ഹൈ ബ്ലഡ് പ്രഷർ എന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ ക്വസ്റ്റ്യനിൽ അത് ഹൈപ്പർ ടെൻഷൻ എന്നാവാം. ഇനി മറ്റൊന്ന്, ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ന്യൂ ഡിസ്കവറി എന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ ടെക്സ്റ്റിൽ അത് റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്നാകാം. ഇതിനായി റീഡിംഗ് നിങ്ങൾ തുടർച്ചയായി പ്രാക്ടീസ് ചെയ്യുകയാണ് വേണ്ടത്. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം ന്യൂ വേർഡ്സും ഫ്രേസസും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സോ കീപ് പ്രാക്ടീസിങ്. താങ്ക്സ്.